ഇവള് തേടിയാന്ന് കയ്യും കെട്ടിക്കൊണ്ട് പോകുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇന്ന് നിലേൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ ആണ്. അപ്പം നിലേൻ്റെ വക നൃത്യങ്ങളുണ്ട് ഗായ്സ്. നമ്മളൊരു 6 മണിയാകുമ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 5:30 എത്തണമെന്നാണ് പറഞ്ഞത്, പക്ഷേ 6 മണിയാകുമ്പോൾ എത്തി. അപ്പോഴേക്കും വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഓൾറെഡി അതിൻ്റെ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു. പിന്നെ ഇതാ കുറേ ഡാൻസും കാര്യങ്ങളുണ്ടായിരുന്നു. ഈ ഡാൻസ് ഇതൊക്കെ കാണുമ്പോൾ ഞാൻ മാത്രമേ ഇല്ലൂ കേട്ടോ. എൻ്റെ ഒന്നിച്ച് നിലയില്ല. നിലേനെ ഗ്രീൻ റൂമിലാക്കിയിട്ട് ഡ്രസ്സ് ചെയ്യാനാക്കിയിട്ട് ഞാൻ വന്നിട്ട് ഇവിടെ ഇരിക്കുകയെന്ന്. അതിൻ്റെ ഇടയിൽ എന്നെ മിസ്സ് വിളിച്ചിട്ട് പറയുന്നുണ്ട് നില കരയുന്നുണ്ട്, കാരണം രാത്രിയായി നമ്മളെ കാണുന്നില്ല. അപ്പോൾ അവൾക്കൊരു ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. അതങ്ങനെ അവളുടെ ഡാൻസ് ഇതാ സൂംബ ഡാൻസ് ഇതാ അവളുടെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൾ വലിയ പ്രാക്ടീസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. കുറേ നാൾ പനിയും ജലദോഷവും ഇതൊക്കെ ആയിട്ട് അഡ്മിറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ വരുത്തും പോക്കും എല്ലാം ആയതുകൊണ്ട് വീട്ടിൽ നില ചെറിയ പ്രാക്ടീസ് കൊണ്ടാണ് അവളുടെ ഈ നൃത്യങ്ങൾ. അങ്ങനെ കുറേ നേരം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുമായിരുന്നു. എന്നുവെച്ചാൽ എന്താണെന്നറിയില്ല, കണ്ണ് വല്ലാണ്ട് നിറഞ്ഞു പോയി. എന്നുവെച്ചാൽ ഇങ്ങനൊരു സ്റ്റേജിൽ ആദ്യമായിട്ടാണ് അവൾ കയറുന്നത്. ചെറിയൊരു സ്റ്റേജിൽ ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ചെറിയ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. എന്നാലും ഇങ്ങനെ വലിയൊരു സ്റ്റേജിൽ കയറിയിട്ട് എങ്ങനെയാണ് പെർഫോം ചെയ്യാന്നെല്ലാം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇവിടുന്ന് ഡാൻസ് ചെയ്യുന്നതാണ് എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ എന്തോ സങ്കടം പോലെയോ സന്തോഷം കൊണ്ട് സങ്കടം വന്നതോ എന്താണെന്നറിയില്ല. അങ്ങനെ അവളുടെ ഡാൻസ് ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ പിന്നെ ഇവളുടെ പ്രോഗ്രാം കഴിഞ്ഞ പാടന്നെ അവളെ കൂട്ടിക്കോന്ന് പറഞ്ഞിട്ട് മിസ്സ് പറഞ്ഞു. കാരണം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം പിന്നെ അവിടെ നിന്ന് മഞ്ഞും കൊണ്ട് ഇതായി ജലദോഷവും പനിയും ആദ്യം ഇതാവണ്ടെന്ന് കരുതി നിന്ന് അപ്പോഴത്തേക്ക് ഇത് അവരെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞപ്പോൾ തന്നെ നില ഇതാ വരുന്നതാ. അങ്ങനെ നമ്മൾ നേരെ ഗ്രീൻ റൂമിലേക്ക് പോയി അവിടെ നിന്ന് ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയാണ് ചക്ര എനിക്കൊരു ഉമ്മും കൊടുക്കാനാണ് തോന്നി. അപ്പോൾ അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ അതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയാൻ മറന്നു. അങ്ങനെ പുറത്തെത്തിയിട്ട് നമ്മളതാ വീട്ടിലോട്ട് പോവുകയാണ്.